ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. എല്ലാ കണക്കുകളിലും നേരിട്ട് ഞാൻ ഇടപെടും. അനാവശ്യ കാര്യങ്ങൾക്ക് പണം കളയാം, ആവശ്യ കാര്യത്തിന് പണമില്ല. വഴിയിൽ കിടക്കാത്ത വണ്ടികൾ വേണം, മൂട്ട കടിക്കാത്ത വണ്ടികൾ വേണം. ഇരട്ടി വരെ എല്ലാ ദിവസവും ബുക്ക് ചെയ്തില്ലെങ്കിൽ കൊല്ലുന്നു. എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ ഗ്രൂപ്പായി സ്റ്റാർട്ടപ്പുകൾ രൂപീകരിച്ച് വന്നാൽ KSRTCയിലെ എഞ്ചിൻ ഓവറോൾ ചെയ്യാൻ അവർക്ക് കൊടുക്കും. ഇന്നലെ വരെ എന്തെന്നുള്ളത് മറക്കും. ഇനി മുതലൊരു മാറ്റമാണ്. അങ്ങനെ ഒടുവിൽ പത്തനാപുരത്തിന് സ്വിഫ്റ്റ് ബസ് കിട്ടി. അതിന് ഞാൻ മന്ത്രിയാകേണ്ടി വന്നു എന്ന കാലതാമസമേ ഉണ്ടായിരുന്നു. പണ്ട് സ്വിഫ്റ്റ് ബസ്സിനെ പറ്റിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ് ബസ് നമ്മളങ്ങനെ സ്വിഫ്റ്റ് ബസ് കിട്ടി. എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. മറ്റേ ഒരെണ്ണം തരുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവനക്കാർക്കറിയാം. നമ്മൾ വളരെ ആഗ്രഹിച്ചു, പക്ഷേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒത്തിരി എടുക്കുന്നില്ല, അത്യാവശ്യമേ എടുക്കുന്നുള്ളൂ. ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന ബസ്സുകളെല്ലാം പൂർണ്ണമായും ലാഭത്തിൽ ഓടുക എന്നാണ്. മന്ത്രി എന്ന നിലയിൽ ബസ് എടുത്തുകൊണ്ട് പോവുകയും അത് നഷ്ടത്തിൽ ഓടിച്ച് ആളാകാൻ ശ്രമിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ഇന്നിപ്പോൾ ഉദാഹരണത്തിന് ചന്ദനക്കാമ്പാറയ്ക്ക് ഒരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തലശ്ശേരി കഴിഞ്ഞാൽ ആരുമില്ല. നമ്മൾ തലശ്ശേരി വെച്ചൊക്കെ നിർത്തും. പത്തനാപുരം തലശ്ശേരി വരെ ഒരു വണ്ടി ഫുള്ളായിട്ട് പോയതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബഹുമാനായ സ്പീക്കർ നാട്ടിലേക്ക് വിടുന്നൊരു വണ്ടി. വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വയ്ക്കാൻ വേണ്ടി, ഒരു ആഡംബരത്തിന് വേണ്ടി KSRTC ബസ്സുകൾ ഇനി എവിടെയും ഓടുകയില്ല. ഞാൻ KSRTC ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കത്തായി നിങ്ങൾക്ക് വരും. നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ, അതായത് ഈ കത്തിലുള്ളത്. എല്ലാ ജീവനക്കാരുടെ സംഘടനകളുമായും ഞാൻ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് കേൾക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, എങ്ങനെയാണെങ്കിലും ശരി കൃത്യമായി ശമ്പളം കൊടുത്തു 2 തവണയായി കൊടുത്താൽ മതിയെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഒറ്റ തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാർ ഒരു ആശയം ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് വിജയിച്ചാൽ ഈ കാര്യം നടപ്പിലാക്കാൻ കഴിയും. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ ശ്രമിക്കണം. നമുക്കത് തൊഴിലാളികളുടെ കാര്യത്തിൽ ആ ഒരു വിഷമം മാറ്റിയെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത് തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ അതിനുള്ള പരിശ്രമത്തിലാണ്. ഒരു ബസ് നഷ്ടത്തിലോടാൻ എഴുന്നേക്കും. ഒരു പ്രദേശത്തേക്ക് പോകുന്ന ഒരു ബസ് നല്ല നിറഞ്ഞു പോവുകയും തിരിച്ച് കാലിയടിച്ചു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കത് ഓൾട്ടർ ചെയ്യാനുള്ള സജഷൻ വേണം. അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, അവിടെ നിന്ന് കളക്ഷൻ ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, അവിടെ നിന്ന് തിരിച്ചു വരിക. അങ്ങനെ സർക്കുലർ അടിച്ചു വരിക. പോയ വഴി തന്നെ തിരിച്ചു വരണം എന്ന് വാശി പിടിക്കേണ്ട. നഷ്ടം സഹിച്ച് KSRTC ഓടണം. അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ ഒരു മാസം മിനിമം 40 ലക്ഷം രൂപയുടെ, ഒരു ദിവസം മിനിമം 40 ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ ചെലവുകളും ഞാൻ തൊഴിലാളികൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾ കഷ്ടപ്പെട്ട്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് 10,000-5000 രൂപ സംഘടിപ്പിച്ച് 5000 രൂപ കളക്ഷൻ ഇടിച്ചും തള്ളിയും ആളെ കയറ്റിയും കൊണ്ടുവരുമ്പോൾ അതാരോ ദൂർത്തടിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്ക്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, പക്ഷെ ഇതിൽ ഒരുപാട് ദുർവ്യയം, അതാണ് ചോർച്ച എന്ന് പറയുന്നത്. അനാവശ്യ കാര്യങ്ങൾക്ക് പണം കളയുക, ആവശ്യ കാര്യത്തിന് പണമില്ല. അത് നിർത്താൻ പോവുകയാണ്. ഈ എല്ലാ കണക്കുകളിലും നേരിട്ട് ഞാൻ ഇടപെടും. ഞാൻ സ്വകാര്യ ജീവിതത്തിലും ദൂർത്തടിക്കുന്ന ഒരാളല്ല. ഒരു ഹോട്ടലിൽ താമസിച്ചാൽ പോലും ലൈറ്റുകൾ വ്യാപകമായി അണയ്ക്കുന്ന ആളാണ്. KSRTC ഡിപ്പോകളിലെ ചിലവ് ചുരുക്കാനുള്ള നടപടികൾ അടിയന്തരമായി ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ സർക്കുലർ വരും. KSRTCയുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസുകളിലെ വൈദ്യുതി ചാർജ് അടക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും നമ്മളിനി മുന്നോട്ട് പോകുക. എല്ലാ ചിലവും കുറയ്ക്കും. നമുക്കൊരുപാട് അല്ലാതെ വണ്ടി ഓടുന്നതിന് ധാരാളം ചിലവുകളുണ്ട്. പഴയ വണ്ടികൾ നിങ്ങൾ മനസ്സിലാക്കണം. 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് കേരളത്തിലെ KSRTC ബസ്സുകളുടെ ആയുസ് 12 കൊല്ലമായി. 22 മാസങ്ങൾക്ക് ശേഷം രാജിവെച്ച് ഞാൻ പോകുമ്പോൾ അന്ന് KSRTC ബസ്സുകളുടെ ഏറ്റവും കൂടിയ പ്രായം 9 വയസ്സായിരുന്നു. 2023 വീണ്ടും ഞാൻ മന്ത്രിയാകുമ്പോൾ KSRTC ബസ്സുകളുടെ ഏറ്റവും കൂടിയ പ്രായം 15 വയസ്സാണ്. 15 വർഷം പഴക്കമുള്ളൊരു വണ്ടി നമുക്ക് നൽകുന്നത് ഒരുപക്ഷെ 1 ലിറ്റർ ഡീസലിൽ 1-1.5 കിലോമീറ്റർ ദൂരമായി. നമ്മൾ പറയുമ്പോൾ KSRTC ഒരു കണക്ക് പറയുന്നത് എന്താ, 3 കിലോമീറ്റർ കിട്ടും, ആവറേജാണ്. ഈ പുതിയ വന്ന സ്വിഫ്റ്റ് ബസ്സിനെ ഉൾപ്പെടുത്തി ഒരു ആവറേജ് എടുക്കുമ്പോൾ, ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ 3 പറയുന്നതല്ലാതെ അതിന് യാതൊരു കണക്കുമില്ല, വ്യക്തമായ കണക്കില്ല. അപ്പം അതുകൊണ്ട് എല്ലാ ചെലവുകളും കുറയ്ക്കുന്ന ഭാഗമായി ഈ പഴയ വണ്ടികൾ മുഴുവൻ മാറ്റിക്കൊണ്ട്
ചെറിയ ബസ്സുകളിലേക്ക് പോയി. കാരണം വലിയ ബസ്സുകൾക്ക് പല മേഖലകളിലും പൊട്ടൻഷ്യൽ ഇല്ല. ഒരു വലിയ ബസ്, ഇപ്പം ഇവിടുന്ന് ദീർഘദൂരം പോകുന്നൊരു ബസ്, അതിൽ നിറച്ച ആൾ കാണും. ഇപ്പം ഇവിടുന്ന് കൊല്ലത്തേക്ക് നമ്മളൊരു ബസ് ഓടിക്കുകയാണ്, നിറച്ച ആൾ കാണും കൊല്ലം അവിടം വരെ. അതേസമയം പൂങ്കുളഞ്ഞിക്കോ നമ്മുടെ ഈ മേഖലകളിൽ എവിടെയെങ്കിലും കറങ്ങിക്കഴിഞ്ഞാൽ അതിനത്രയും ആൾ കാണില്ല. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ മൈലേജ് കിട്ടുന്ന ബസ്സുകൾ, ഒരു 7 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ചെറിയ ബസ്സുകളുണ്ട്. അപ്പോൾ പോകാൻ 10-20 ആളുകളെ ഉള്ളൂ, 25 പേരെ ഉള്ളെങ്കിൽ ഇപ്പോൾ കട്ട്ചേസ് ബസ് നിങ്ങൾ പറയും. മലയോര പ്രദേശമൊക്കെ ഞാൻ പണ്ട് കൊണ്ടുവന്ന കൊച്ചു ബസ് മാറ്റിയിട്ട് കട്ട്ചേസ് ബസ് മതി എന്നാണ്. നിങ്ങളതിൻ്റെ സാങ്കേതിക മനസ്സിലാക്കണം. ഈ കട്ട്ചേസ് ബസ് ഈ ഫുള്ള് വലിപ്പമുള്ള ബസ്സും ഒരേ പെട്രോളാണ് എടുക്കുന്നത്. കാരണം കണ്ടക്ടർ 2, ഡ്രൈവർ. പക്ഷെ മൈലേജ് എന്താണെന്ന് അറിയാമോ? 6 സിലിണ്ടറിൻ്റെ വണ്ടിക്ക്. അപ്പോൾ 6 സിലിണ്ടറുള്ള വണ്ടി ഏത് വണ്ടി എടുക്കുന്ന അത്രയും ഡീസൽ അത് എടുക്കുക. നീളം കുറവാന്നുള്ളതേ ഉള്ളൂ. ഈ നീളം കുറഞ്ഞാൽ ചില വളവ് തിരിഞ്ഞ് പോകുന്നതാണ് പറഞ്ഞത്. ഇതെല്ലാം വളവും തിരികെയില്ല. ഈ കട്ട്ചേസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ നഷ്ടമാണ്. നമ്മളതിൻ്റെ ഓരോന്നിൻ്റെ എക്കണോമിക്സ്, അതായത് ഓരോ ബസ്സും ഓടുമ്പോൾ അതിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യണം. തിരുവനന്തപുരത്തെ ബസ്സുകളുടെ മുഴുവൻ ലിസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ഇറങ്ങി 10 രൂപയ്ക്ക് ഓടിക്കുന്നു പറയും. ആ ബസ്സുകൾ ഓരോന്നും നേരിട്ട് പരിശോധിക്കാൻ പോകും. ഓരോ ബസ്സും എന്ത് കളക്ഷൻ ഉണ്ടാക്കുന്നു, എന്ത് ചെലവ് വരുത്തുന്നു. ആ ചെലവും വരവും തമ്മിൽ ബന്ധമില്ലെങ്കിൽ, ഇപ്പോൾ ഒരു ഹോട്ടലിൽ നടത്തുന്ന ഒരു സ്ഥിരമായി ഹോട്ടലിൽ നടത്തുന്ന ഒരാളിന് കൃത്യമായ ഒരു മസാല ദോശ വിറ്റാൽ എന്ത് കിട്ടുമെന്നറിയാം. ഒരു പ്ലേറ്റ് വട പോയാൽ എന്ത് മിച്ചം ഉണ്ടാവും, ലാഭം ഉണ്ടാവും അവർക്കറിയാം. അതൊരു മനസ്സിലെ കാൽക്കുലേഷനാണ്. ആ കാൽക്കുലേഷൻ നമുക്ക് KSRTC ബസ്സുകളുടെ കാര്യത്തിന് വേണ്ടി ഇതെല്ലാം ഊഹക്കണക്കുകളാണ്. ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം ഊഹക്കണക്കുകളാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കും റെക്കോർഡ് കളക്ഷൻ വന്നു. റെക്കോർഡ് കളക്ഷൻ നമ്മൾ അത് കഴിഞ്ഞ് പറഞ്ഞു. തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ്സുകളിൽ 70,000 പേര് കയറി. എന്തോ കിട്ടി? തേയ്മാനത്തിന് വല്ല കുറവുണ്ടോ? ഇനി ഫീസ് ഊരാൻ KSEB വന്നാൽ മാത്രം മതി. കാരണം ഡീസൽ തരില്ല എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുന്ന പോലെ വൈദ്യുതി തരില്ല എന്ന് KSEB പറയും. കാരണം KSEB ഒരു കമ്പനിയാണ്. ആ മന്ത്രിയുടെ വീട്ടിലായാലും അവർ ഫീസ് ഊരും, അത് വേറെ കാര്യം. ഇപ്പോൾ MBDയുടെ വണ്ടികൾ ഇലക്ട്രിക് വണ്ടികളായിരുന്നു. അത് പലതും കുഴപ്പത്തിലായിരിക്കുന്നു. അവർക്കത് വേണ്ട. അവർ പറയുന്നത് ഇതുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. പുതിയ വണ്ടികൾ വാങ്ങുക. ഇലക്ട്രിക് വണ്ടി സിറ്റിയിൽ ഓടാൻ നല്ലതാണ്, പൊല്യൂഷൻ ഇല്ല, ലെവൽ റോഡാണ്. പക്ഷെ പത്തനാപുരത്ത് ഒരു 2 ഇലക്ട്രിക് വണ്ടി കൊണ്ട് എവിടെ ഓടുമെന്ന് പറഞ്ഞത്? പരമാവധി നമുക്ക് പോകാൻ പറ്റുന്ന പുല്ലൂരെന്ന് തോന്നി പത്തനംതിട്ട വരെ പോകാം, നല്ല റോഡാണ്. പിന്നെ ലൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മെഡിക്കൽ ബോർഡ് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ലൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ ലൈറ്റ് ഡ്യൂട്ടി ഞാൻ ഏർപ്പെടുത്താൻ പോകുന്നത്. അതായത് ഇവിടെ വരുന്ന ബസ്സുകൾ ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തേക്കുന്ന ആൾ മേശയും കസരയിട്ട് അവിടെ ഇരിക്കണം. ഇവിടെ വരുന്ന ബസ്സുകൾ എത്ര മണിക്ക് വരുന്നു, എത്ര മണിക്ക് പോകുന്നു എഴുതി വെക്കണം. സമയം പാലിച്ചേ പറ്റൂ. പൊതുഗതാഗത സിസ്റ്റത്തിൽ ജനങ്ങളെ ആകർഷിക്കണമെങ്കിൽ നല്ല വണ്ടികൾ വേണം, വഴിയിൽ കിടക്കാത്ത വണ്ടികൾ വേണം, മൂട്ട കടിക്കാത്ത വണ്ടികൾ വേണം. പിന്നെ കൃത്യമായി നേരത്തെ എത്തണം, കൃത്യസമയത്തെത്തണം. ഇപ്പം ഞാൻ റെയിൽവേ ഉണ്ട് കോട്ടയത്ത് പോകാൻ വേണ്ടി തിരുവനന്തപുരം, KSRTCയും ഉണ്ട് കോട്ടയത്ത് പോകാൻ. ഒരു നിവൃത്തിയുള്ളവൻ KSRTC കയറത്തില്ല. എന്താണെന്നറിയാമോ? ട്രെയിൻ 3 മണിക്കൂറുണ്ട് കോട്ടയത്ത് എത്തും. ബസ് 5-6 മണിക്കൂറുണ്ട്. എന്തുകൊണ്ടെന്നാൽ മുക്കിന് എല്ലാ സ്ഥലത്തും ടൗൺ വിട്ട് കിടക്കുന്ന കിളിമാനൂർ ഡിപ്പോയിൽ വണ്ടി കയറി, 2.5 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന 12 ഡിപ്പോയിൽ വണ്ടി കയറി തിരിച്ചു വരുമ്പോൾ ഒരു KSRTC ബസ്സിന് 4 ലിറ്റർ ഡീസൽ നഷ്ടമുണ്ട്. 100 വണ്ടി കയറുമ്പോൾ എത്ര രൂപയായെന്ന് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ആ ഒരു കണക്ക് വെച്ചുകൊണ്ട് നമ്മളിതിൻ്റെ ചിലവ് ചെയ്തു. ഈ ബസ്സുകൾ 4 എണ്ണം ഇവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഈ 4 ബസ്സിനോട് ഞാൻ പറയുന്നു, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ബസ് എവിടം വരെയാണ് കളക്ഷൻ എന്ന് എന്നെ ബോധ്യപ്പെടുന്നത്. എവിടെ നിന്നാണ് കളക്ഷൻ മോശമാണ് അവിടെ വെച്ച് ട്രിപ്പ് നമ്മൾ അടുത്ത ദിവസം മുതൽ കട്ട് ചെയ്യണം. പിന്നെ അഭിമാന പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ചന്ദനക്കാമ്പാറയിൽ വണ്ടി പോയി അത്ഭുതമൊന്നും സൃഷ്ടിക്കാനില്ല. ഇന്നലെ എന്നോട് പറഞ്ഞു ഇവിടെ എല്ലാം ഞാൻ ഇവിടെ തലശ്ശേരി വരെ മതി എന്നാണ് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ആരൊക്കെയോ ഓൺലൈനിൽ ഇരട്ടി വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇരട്ടി വരെ എല്ലാ ദിവസവും ബുക്ക് ചെയ്തില്ലെങ്കിൽ കൊല്ലുന്നു പറഞ്ഞേക്കാം. എന്നോട് പറഞ്ഞ ആളുടെ മുഖം എനിക്ക് അറിഞ്ഞുകൂടാറില്ല, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇരട്ടി വരെ പോകാൻ പറഞ്ഞത്. ആണോ പോലെ ഇരട്ടിക്ക് ആളില്ലെങ്കിൽ പിന്നെ ഇരട്ടായിരിക്കും ഉള്ള കാര്യമൊന്നും പറയാം കേട്ടോ. ഇത് ഡീസൽ അങ്ങനെ KSRTC ജീവനക്കാരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു തുള്ളി ഡീസൽ പോലും അടിച്ച് കളയാൻ നമുക്കില്ല. ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ ഏതാണ്ട് പകുതി, അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് പകുതി ഡീസൽ കമ്പനി കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശമ്പളവും വാങ്ങണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഡീസലിലെ ചിലവ് കുറയ്ക്കണം, മറ്റെല്ലാ ചിലവുകളും കുറയ്ക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഇപ്പോൾ സർക്കാരല്ലേ സഹായിക്കുന്നത്. ധനകാര്യ മന്ത്രിയെ എല്ലാ മാസവും നമ്മൾ വിളിക്കുക, ധനകാര്യ വകുപ്പിലേക്ക് എഴുതുക, നമ്മുടെ സമ്മർദ്ദത്തിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയുക. അങ്ങനെ നിങ്ങളുടെ ശമ്പളം 2 ഗഡുക്കളായി തരുന്നു. അതിന് യാഥാർത്ഥ്യം മനസ്സിലാകും. അത് ഒന്നായി വാങ്ങണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണം. എപ്പോഴും പൊതു ഖജനാവിൽ നിന്ന് പണം തന്ന് KSRTC നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം ചെലവും കുറച്ചാൽ KSRTC മെച്ചം ഉണ്ടാവും. എല്ലാവിധ ലോക്കൽ പർച്ചേസുകളും അവസാനിക്കും.
KSRTC-യിൽ 3 മാസം നീണ്ടു നിൽക്കുന്ന ഇൻവെന്ററി സിസ്റ്റം കൊണ്ടുവരും. അതായത് അനാവശ്യമായി സ്പെയർ പാർട്സുകൾ വാരിക്കൂട്ടില്ല. KSRTC എഞ്ചിൻ സർവീസ് ചെയ്യുന്നതിൽ വലിയ അപാകത കാണുന്നുണ്ട്. കാരണം തമിഴ്നാടിൽ ഒരു എഞ്ചിൻ സർവീസ് ചെയ്താൽ റീകണ്ടീഷൻ ചെയ്തു വരുമ്പോൾ 3,70,000 കിലോമീറ്റർ അവർക്ക് കിട്ടും. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ 2 ലക്ഷം പോലും കിട്ടില്ല. 2 ലക്ഷത്തിന് അരികിലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പുതിയ ചെറുപ്പക്കാരായ എഞ്ചിനീയർമാരെ ഒരവസരം ഉണ്ടാക്കി കൊടുക്കാൻ, അവർ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വന്നാൽ അവരെ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഡിസൈനിങ് എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ ഗ്രൂപ്പായി സ്റ്റാർട്ടപ്പുകൾ രൂപീകരിച്ച് വന്നാൽ KSRTC-യിലെ എഞ്ചിൻ ഓവറോൾ ചെയ്യാൻ അവർക്ക് കൊടുക്കും. അവർ നല്ല പാർട്സ് ഉപയോഗിച്ച് മിനിമം ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള മൈലേജ് ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് സർവീസ് ചെയ്ത് തരണം. അത് ഔട്ട്സോഴ്സിംഗ് അല്ല, അത് ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ തൊഴിൽ കിട്ടുകയും ചെയ്യും. KSRTC കൂടുതൽ മൈലേജ് കിട്ടുന്ന ക്വാളിറ്റിയുള്ള എഞ്ചിൻ റീകണ്ടീഷൻ സംവിധാനം ഉണ്ടാകണം. KSRTC-ക്ക് ആധുനികമായ എഞ്ചിൻ റീകണ്ടീഷൻ സംവിധാനം ഇല്ല, ഒരിടത്ത് കണ്ടേ ഉള്ളൂ. പക്ഷേ ആധുനികമായ ഈ കണ്ടീഷൻ നമ്മൾ ചെയ്താൽ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു എഞ്ചിൻ പണിത, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 15 വയസ്സായ വണ്ടിയിൽ ഞാൻ പറയുന്നു, എത്ര തവണ എഞ്ചിൻ പണിതാണെന്ന് കണക്കാക്കണം. 15 വർഷം വരെ എത്ര തവണ എഞ്ചിൻ മാറ്റുമെന്നറിയാം അല്ലേ? 3 തവണ എഞ്ചിൻ പണി ഓവറോൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ എഞ്ചിൻ വയ്ക്കരുത്. നിങ്ങൾ വിചാരിക്കും ഞാൻ കിടക്കുന്ന വണ്ടിയിലൊക്കെ പഴയ എഞ്ചിനാണ്. അല്ല, ഹൃദയം മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ KSRTC സമീപിക്കണം. KSRTC ജീവനക്കാരെ സംരക്ഷിക്കുന്നത്, അതോടൊപ്പം പൊതുഗതാഗതം വിജയിക്കുകയും KSRTC പോലൊരു പൊതുഗതാഗത സംവിധാനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിജ്ഞാബദ്ധമായ നയമാണ്. പക്ഷെ ഇനി അങ്ങോട്ട് പണം ചോരുന്ന യാതൊരു പരിപാടികളും അനുവദിക്കത്തില്ല. KSRTC-ക്ക് വണ്ടി ഓട്ടവും കൊറിയർ സർവീസും ഒന്നും അല്ലാതെ തന്നെ പണം കിട്ടാനുള്ള ചില പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. അതും കൊണ്ടുവരും ഇതിനെ രക്ഷിക്കാൻ വേണ്ടി. ഇതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലൂടെ ഇതിന് പൈസ കിട്ടും. KSRTC-യുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഗതാഗത വകുപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് KSRTC-ക്ക് എന്തെങ്കിലും ഒരു ഓഹരി കിട്ടാനുള്ള പരിപാടിയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ എല്ലാവരും നന്നായിട്ടൊക്കെ ഒന്ന് നിന്നാൽ ഈ പറഞ്ഞിടക്ക് രാവിലെ എണീച്ച് എന്നോട് ശമ്പള വർധന ചോദിക്കുകയും ചെയ്യണ്ട. ശമ്പളം തരുന്ന കാര്യം ആദ്യം റെഡിയാവട്ടെ. എന്നോട് പിണക്കം തോന്നിയാലും കുഴപ്പമില്ല, ഒരു കൊല്ലത്തേക്ക് ഒന്നും ചോദിക്കരുത്. ചിലവില്ല. ഇവിടെ ദരിദ്രവാസം ആരംഭിക്കുക. നമ്മൾ പിടിക്കാൻ പോവുകയാണ് കംപ്ലീറ്റ്. 1 കിലോമീറ്റർ പോലും, ഞാൻ പത്തനാപുരത്തെ ഓഫീസർമാർ പുറത്തുനിന്നുള്ള ഓഫീസർമാർ കേൾക്കാൻ പറ്റും, 1 കിലോമീറ്റർ പോലും അനാവശ്യമായി ഓടാൻ പാടില്ല എന്ന് കരുതി ജനങ്ങളെ ബുദ്ധിമുട്ട്. MLA-മാരൊക്കെ ഈ പ്രസംഗം ഇപ്പോൾ കേൾക്കുമ്പോൾ എല്ലാം ഗണേഷ് കുമാർ വെട്ടാൻ പോകും. ഒരിക്കലും വെട്ടത്തില്ല. MLA-മാരുടെയും പൊതുപ്രവർത്തകരുടെയും അഭിപ്രായങ്ങളെ മാനിക്കും. പട്ടികജാതിവാദിപ്പെട്ടവർ, ആദിവാസികൾ, അതുപോലെ വനമേഖലയിൽ ജീവിക്കുന്നവർ, തോട്ടം തൊഴിലാളികൾ, ഇവർക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്രയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കും. പാവപ്പെട്ടവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വാഹനത്തെ ആശ്രയിക്കുന്നത്. അവരെ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല. വണ്ടി വരും, അതൊക്കെ കറക്റ്റായിട്ട് അത് നമ്മളൊരു സൈഡിൽ നടക്കും. പൊതുജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്കും പാവപ്പെട്ടവർ, ഇപ്പോൾ ഒരുവിധം പൈസ ഉള്ളവരെല്ലാം സ്കൂട്ടർ വാങ്ങിച്ചു. ഇനി വാങ്ങാനുള്ളത് സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരല്ലാത്ത സാധുക്കളാണ്. അവരെയാണ് KSRTC ജീവനക്കാർ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് എന്നാലോചിക്കണം. ആ പാവപ്പെട്ടവരാണ് നിങ്ങളെ നിലനിർത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് അവരോട് മര്യാദയ്ക്ക് പെരുമാറും. ഞാൻ ഒരു സജഷൻ വയ്ക്കുകയാണ്. വാഹനത്തിൽ കയറാൻ വരുന്ന വൃദ്ധരായ അമ്മമാർ, അച്ഛന്മാർ, അവരെ കണ്ടക്ടർ ദയവ് ചെയ്ത് ഇനി മുതൽ കൈ പിടിച്ചകത്തേക്ക് തരണം. പടിയിലൊന്നും മറിഞ്ഞു വിടേണ്ടവർ. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയാം, ഞാനിതൊക്കെ വളരെ ശ്രദ്ധിക്കും. ഓരോന്നും പരിശോധിക്കും. ഞാൻ ഇതിനെ പറച്ചിലല്ല, പരിശോധന ഉണ്ടാവും. അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ അംഗപരിമിതരായിട്ടുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പടി കയറാൻ പ്രയാസമുണ്ടെങ്കിൽ കണ്ടക്ടർ കൈ പിടിച്ച് കയറണം. നമ്മുടെ പുതിയ സംസ്കാരം KSRTC-ക്ക് ജീവനക്കാരോട് ഞാൻ പറയുന്നു, നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പുതിയ സംസ്കാരം തുടങ്ങണം. എല്ലാ വണ്ടികളും സ്റ്റോപ്പിൽ നിർത്തി കൊടുക്കണം. ഞാൻ നിങ്ങൾക്കൊരു കത്ത് എഴുതുന്നതിനകത്ത് ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഉത്തരവായി പുറകെ വരും. എല്ലാ സ്റ്റോപ്പിലും കൈ കാണിച്ചാൽ വണ്ടി നിർത്തും. ഞാൻ തമാശയ്ക്ക് പറയും, കക്ഷം ഒന്ന് ചൊറിയാൻ കൈവക്കിയാൽ പോലും വണ്ടി നിർത്തി കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറയുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും. ഈ സ്ഥാപനത്തിന് ഉപകാരപ്പെടും. ഒരു പൈസ എടുക്കില്ല. ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരു അഴിമതിയും നടത്താൻ സമ്മതിക്കില്ല. പക്ഷേ നിങ്ങൾ യാത്രക്കാരെ കയറ്റണം. വയ്യാത്തൊരമ്മ വന്നാൽ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓടുന്ന ബസ്സിൽ നിന്ന് കുഞ്ഞ് തെറിച്ചു പോയാൽ ആ കണ്ടക്ടറും ഡ്രൈവർക്കുള്ള നടപടി ഒരു മയമില്ലാത്ത നടപടിയായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയാം. മര്യാദകളായിട്ട് പെരുമാറരുത്. സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും. തമിഴ്നാട്ടിൽ പോകും, ബസ്സിൽ കയറിയാൽ ആര് കയറിയാലും അമ്മ വാമ വാ സാർ, എല്ലാവരും സാർ. എന്തുകൊണ്ടാണ് സാറെന്ന് വിളിച്ചത്? ഞാൻ പലരെയും സാറെന്ന് വിളിക്കാറുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല.
എന്താണ് നമ്മളൊരു മലയാളിയെ സംബന്ധിച്ച് സാറെന്നൊന്ന് അഭിസംബോധന ചെയ്താൽ നാണക്കേട് വരുന്നുണ്ട്? ഒരു നാണക്കേടും. എല്ലാ വലിയ വലിയ കമ്പനികളുടെയും ഉടമസ്ഥന്മാരും വലിയ വലിയ എക്സിക്യൂട്ടീവ്സുകളും പരസ്പരം സാറെന്നാണ് വിളിക്കുന്നത്. നമ്മളൊരു ആരോ ആയിക്കോട്ടെ, എത്ര ദരിദ്രനോ എത്ര അവശനോ ആയിക്കോട്ടെ, സാർ വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു KSRTC കണ്ടക്ടർ ഡ്രൈവർക്കോ സംഭവിക്കുന്നത്? ഒരു കുഞ്ഞ് വരുന്നു, മോനെ കയറാമാ, നീ കയറിക്കോ, അകത്തോട്ട് കയറാൻ മക്കളെ. എന്താ തെറ്റ്? അതിലെന്താ തെറ്റ്? ബസ് കുഞ്ഞുങ്ങളൊക്കെ കൈ കാണിച്ചാൽ നിർത്തി പൂർണ്ണമായി ഡ്രൈവർമാരെ നിർത്തി കൊടുക്കണം. ഞാനീ പറയുന്നത് ഇവിടെ മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരും കേൾക്കുന്നു. ഇനി മുതൽ, ഇന്നലെ വരെ എന്തെന്നുള്ളത് മറക്കും, ഇനി മുതൽ ഒരു മാറ്റമാണ്. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെലവ് കുറക്കുന്ന കാര്യത്തിൽ വരവെല്ലാം ചെയ്യും. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പമ്പയിൽ പോയി, നിറഞ്ഞു വരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് നിലയ്ക്കൽ കയറരുത് എന്ന് പറയാൻ കാര്യം, നിലയ്ക്കൽ കയറിയാൽ 10 ലിറ്റർ ഡീസൽ പോകും. കയറേണ്ട കാര്യമില്ല, അവിടുന്ന് ആരെയും കയറ്റാനും പറ്റില്ല, അതിനകത്ത് സ്ഥലമില്ലല്ലോ, പിന്നെങ്ങനെ കയറ്റുന്നത്? അപ്പോൾ ആ ഡ്രൈവർ വെറുതെ കണ്ടക്ടറും മെനക്കെട്ട് ആ മലയെല്ലാം കയറി ഇറങ്ങി ആ ട്രാഫിക്കിൽ കുരുക്കിൽ കിടന്ന് യാത്രക്കാരൻ്റെ സമയം മെനക്കെടുത്തി ഈ യാത്രക്കാരെ വണ്ടിയിൽ ഇരുത്തി ഓരോ ബസ് സ്റ്റാൻഡുകളിൽ കയറി മുഷിപ്പിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം. പെട്ടെന്ന് പോകണം, ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വേറെ കാട്ടിക്കൂടെയൊക്കെ കയറി അങ്ങനെ ഒന്നും. ഇനി ഒരു ബസ്, എല്ലാ ബസ്സുകളും എല്ലാ സ്റ്റാൻഡിലും കയറണമെന്ന് നിർബന്ധം പിടിക്കണ്ട. ഒരു ബസ് കയറിയാൽ അടുത്ത ബസ് കയറേണ്ടായിരിക്കും. ഈ ഓടിക്കുന്ന ഡ്രൈവർമാരെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. ഇതിൻ്റെ ഗിയർ, ക്ലച്ച് ചവിട്ടി ഗിയർ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പം ചെറിയ പണിയല്ല അവർ ചെയ്യുന്നത്. ഇനി ഇപ്പോഴും മനസ്സിലാവാത്തൊരു തമാശ, നിങ്ങൾ നാട്ടുകാരോട് നോക്കട്ടെ, 12 മണിക്കൂർ നിങ്ങൾ തൊഴിലാളികളോടും നാട്ടുകാരോടും യൂണിയൻ നേതാക്കളോടും ഞാനൊരു സംശയം ചോദിക്കുക. 12 മണിക്കൂർ ഈ കസേര അല്ലെ സുഖത്തിലൊക്കെ ഇട്ടേക്കുക, ആ കസേരയിൽ 12 മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരിക്കാനോ പറ്റുമോ? ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലച്ചും ബ്രേക്കും പിടിച്ച് 12 മണിക്കൂർ ഡ്രൈവർ ഒറ്റയടിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസമാണ്. അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. വിമാനം പറത്തുന്നവർക്ക് പോലും 6 മണിക്കൂറിൽ കൂടുതൽ ഒരു വിമാനം പറത്താൻ പാടില്ല. ഇവിടെ അത്ഭുതം നടക്കുകയാണ് KSRTC. 12 മണിക്കൂർ ഈ കസേരയിൽ ഇരിക്കാൻ, ചുമ്മാ ഇരിക്കാം, നിങ്ങൾ ജോലി ചെയ്യേണ്ട, വെറുതെ ഈ കസേരയിൽ 12 മണിക്കൂർ പാട്ട് കേട്ടോണ്ടിരിക്കാം. മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, പക്ഷേ KSRTC ജീവനക്കാരെ കൊണ്ട് അത് സാധിക്കുന്നുവെന്നാണ് റെക്കോർഡ് പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. അതൊന്നും വേണ്ട, അതൊക്കെ മോശം, അതൊക്കെ നിങ്ങൾക്ക് തന്നെ ആരോഗ്യത്തിന് കേടാണ്. ഒരിടത്ത് അങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല, അവിടെ ഇരുന്ന് ജോലി അത്രയും സമയത്ത് ജോലി ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ അതിലൊക്കെ ചില മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു, ഉച്ച സമയത്തൊന്നും വണ്ടി ഓടിക്കേണ്ട. നിങ്ങൾ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഇവിടെ ഒന്ന് വിശ്രമിച്ച് ചോറൊക്കെ കൊണ്ടിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതിയെന്നേ. ഈ ഉച്ചയ്ക്ക് വെയിലത്ത് ആരുമില്ലാത്ത സമയത്ത് ഈ വണ്ടി ഇട്ട് ഓടിക്കാൻ പാടില്ല. ചെയിൻ സർവീസുകളുടെയൊക്കെ ഒരു സിസ്റ്റം മാറ്റിയിരിക്കുക. 15 മിനിറ്റ് അല്ല, അതൊക്കെ പീക്ക് ടൈമിൽ മാറ്റാം. രാവിലെ 8:15 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ വരുന്ന സമയം മുതൽ 10 മണിക്ക് എല്ലാവരും ഓഫീസിൽ കയറുന്നവരെ 15 മിനിറ്റ്. അത് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ. ഉച്ച സമയത്ത് ഒരു വണ്ടിയെ കാണാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഉച്ച സമയത്ത് നട്ടുച്ചയ്ക്ക് ഒരാൾ ഈ ചൂടത്ത് വെളിയിലോട്ട് ഇറങ്ങത്തില്ല. അപ്പം ഞാനിപ്പോൾ അനുഭവിക്കുന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ തോളിലോട്ട് കൈയിട്ടപ്പോൾ കൈ പൊള്ളി. കാരണം വെയിലത്ത് നിൽക്കുക, അപ്പോൾ ആ പുറം പൊള്ളിപ്പോയി. കാരണം അത്ര ചൂടാണ്, സഹിക്കാൻ ഒക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അച്ചടക്കത്തോടെ നീങ്ങണം. KSRTC രക്ഷിക്കെടുക്കാനുള്ള ഏറ്റവും വലിയ ചുമതല ജീവനക്കാർക്ക് തന്നെയാണ്. പരമാവധി ആളുകളെ കയറണം. എവിടെ നിർത്തിയാൽ രാത്രി 10 മണി കഴിഞ്ഞാൽ സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തതുപോലുള്ള നാണം കെട്ട വാർത്തകൾ KSRTCയുടെ പേരിൽ വരാൻ പാടില്ല എന്ന് വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയുകയാണ്. രാത്രി പണ്ടും 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും 10 മണിക്ക് ശേഷം 10-11 മണിയായി കഴിഞ്ഞാൽ അവർക്ക് ഒരിടത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അവരെ അവിടെ ഇറക്കി വിടും. അതുകൊണ്ടൊന്നും നമുക്കൊരു നഷ്ടവും സംഭവിക്കാൻ ചെയ്തു തന്നെയാകണം. ഇതൊരു മെസ്സേജായി കരുതുക. എല്ലാ ജീവനക്കാർക്കുമുള്ള മനസ്സ് തുറന്ന സ്നേഹനിർഭരമായ ഒരു കത്ത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. നേരിട്ട് പ്രിന്റ് ചെയ്ത് പൈസ കളയത്തില്ല, അത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും വരുന്നത്. കാരണം ഇപ്പോൾ പൈസ അങ്ങനെ പ്രിന്റ് ചെയ്ത് മന്ത്രിയുടെ ഒരു 1.5 ലക്ഷം എഴുത്ത് പ്രിന്റ് ചെയ്തൊന്നും കാശ് കളയുന്ന ആളല്ല ഞാൻ. എൻ്റെ വെള്ള പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് തരും. എല്ലാവരും വായിക്കണം. എല്ലാവരും അതനുസരിച്ച് നമ്മൾ ഒന്നിച്ച് നിന്നാൽ KSRTC നമുക്ക് എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ശമ്പളം വാങ്ങിക്കാം. KSRTC ആരാധിക്കുന്ന, KSRTC സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം നേടാം. നിങ്ങൾ മത്സരങ്ങളെ ഭയപ്പെടണ്ട. ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിട്ട് വന്നവനാണ് ഞാൻ. എതിരാളി എന്തോ വലിയ സംഭവം ചെയ്തു കളയും എന്ന് പേടിച്ച് നിങ്ങൾ ഒരു മുൻകരുതലിനും ഒരുങ്ങണ്ട. KSRTCയെ തകർക്കാൻ ആർക്കും കഴിയില്ല. മുംബൈ കയറി ഓടുന്ന പ്രൈവറ്റ് ബസ്സുകാരനോ വേറെ എന്തെങ്കിലും നിയമം ലംഘിച്ച് ഓടാൻ വരുന്ന ഒരാളോ അവൻ ഓടുന്നത് കൊണ്ട് KSRTC നശിച്ചു പോകും എന്ന് നിങ്ങൾ വിചാരിക്കില്ല. KSRTC ഒരു പ്രസ്ഥാനമാണ്, മറ്റൊരു വ്യക്തിയുമാണ്. ഒരു വ്യക്തിയും പ്രസ്ഥാനം തമ്മിൽ യുദ്ധം ചെയ്താൽ പ്രസ്ഥാനമേ വിജയിക്കൂ, വ്യക്തി തളർന്നു പോകും. ഇതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ അനാവശ്യമായ ഭയം, ജീവനക്കാരോട് ഞാൻ പറയുന്നു, ആര് തന്നെ പറഞ്ഞു തന്നാലും അനാവശ്യമായ ഭയം നിങ്ങളുടെ മനസ്സിൽ വേണ്ട. ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ, KSRTCയെ നിലനിർത്താൻ കഴിഞ്ഞ 7.5 വർഷമായി
നിങ്ങളുടെ ശമ്പളം അടക്കമുള്ള ചെലവുകൾ മുഴുവൻ നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാർ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തും. അതിനെ നല്ല നിലയിൽ നടത്താനുള്ള എല്ലാ പിന്തുണയും ബഹുമാനായ മുഖ്യമന്ത്രി എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഏത് ആശയമുണ്ടെങ്കിലും അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യും. അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് കൺസെൻറ്റ് വാങ്ങിക്കഴിഞ്ഞ് ഞാൻ നടപ്പിലാക്കും. അല്ലാതെ ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കില്ല. നമുക്കറിഞ്ഞൂടെ, ഞാൻ മന്ത്രിയായിരുന്ന കുറേ വണ്ടികളിട്ട് ഞാൻ പോയപ്പോൾ എടുത്താൽ കളഞ്ഞു, അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ആയുസ്. അതുകൊണ്ട് നഷ്ടത്തിലൂടെ അങ്ങനെ ഇപ്പം തകരേണ്ട കാര്യമില്ല. പിന്നെ ഈ ഷെഡ്യൂളുകൾ തയ്യാറാക്കുമ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും പറയാനുള്ളത്, അതിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ തയ്യാറാക്കരുത്. അങ്ങനെ തയ്യാറാക്കിയാൽ ഞാൻ ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലുണ്ട്. KSRTC നശിപ്പിച്ചതിൽ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടപ്പെട്ടവന് വേളാങ്കണ്ണി ട്രിപ്പ് കൊടുക്കും. അവൻ വരുമ്പോൾ ഇച്ചിരി പലചരക്കും പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് വരും. അത് വിറ്റ് ഇച്ചിരി പൈസ കിട്ടും. ആ വക ഒരു പരിപാടിക്കും പ്രത്യേകിച്ച് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാരോ ജീവനക്കാരോ സംഘടനക്കാരോ കൂട്ട് നിൽക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കും. വെറുതെ എന്തിനാ വഴക്ക്?